ടോബി ജോൺസൺ ടോബി പാല കൈവിട്ടോ? പോയോ? പാല കൈവിട്ടു SKN ആഷ്മി. വൻ തിരിച്ചടി ജോസ് കെ മാണിക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു LDF എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിർണായകമായത് 3 സ്ഥാനാർത്ഥികളുടെ സ്വതന്ത്ര അതൊരു വൈഡായിട്ട് കൊടുക്കും, ജനങ്ങൾ ആഹ്ലാദിക്കട്ടെ. SKN തീർച്ചയായിട്ടും 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. നമുക്കറിയാവുന്ന പോലെ ജോസ് കെ മാണിയെ വിമർശിച്ചതിന് CPM നിന്നും പുറത്താക്കിയ ബിനു പുളിക്കക്കണ്ടം, അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, മകൾ ദിയ, ഇവര് 3 പേരുടെയും വിജയമാണ് ഇതിൽ നിർണായകമായതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ 19ാം വാർഡിലെ UDF വിമതയും വിജയിച്ചിരിക്കുന്നു. അങ്ങനെ 9-4 മൊത്തം 9-4 13 സീറ്റുകളാണ്. ഇനി വരാനുള്ള 2 സീറ്റുകളുടെ ഫലം മാത്രമാണ്. LDF 10 സീറ്റുകൾ മാത്രമേ നേടാനായിട്ടുള്ളൂ. ഇത് ഒരു ടൈയിലേക്ക് പോവുകയാണെങ്കിൽ അത് നിർണായകമാകും. പക്ഷേ ടൈക്കപ്പുറത്തേക്ക് ഈ വിമതർ കൂടി UDF നിൽക്കുകയാണെങ്കിൽ അധികാരം മാറി മറിയും. അതായത് പാലായിൽ കഴിഞ്ഞ 40 വർഷത്തിന് ശേഷം കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നെങ്കിൽ അത് UDF തിരിച്ചു പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. ജോസ് കെ മാണിയുടെ 22ാം വാർഡ്, ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന വാർഡിൽ പോലും ജോസ് കെ മാണിക്ക് വിജയിക്കാൻ, കേരള കോൺഗ്രസ് എമ്മിന് വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2 വാർഡുകൾ മാത്രമാണ്. ആ 2 വാർഡുകൾ LDF ലഭിച്ചാലും നിർണായകമായ ഒരു മാറ്റം പാലാ നഗരസഭയിൽ ഉണ്ടാകും. അതല്ല, അതിൽ 1 സീറ്റ് UDF ആണെങ്കിൽ പോലും അതൊരു വലിയ മാറ്റം. അതായത് LDF പാലാ നഗരസഭ നഷ്ടമാകുന്നു.